ഹാപ്പി ബർത്ത്ഡേ ടു മീ. തുടക്കം തന്നെ ഞാൻ എന്റെ ബർത്ത്ഡേ ആശംസിച്ചുകൊണ്ട് തുടങ്ങുന്നു. അപ്പൊ ഇന്ന് ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിന ആശംസകൾ എല്ലാവർക്കും. 2 സ്കൂൾക്കും ബസ് വണ്ടി വരുന്നുണ്ട് എന്നാണ്ട്. പക്ഷെ ഒന്നിനത് നമ്മൾ കൊണ്ടാക്കാണ് അങ്കലവാടിക്ക്. അപ്പം അങ്കലവാടിത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മളെ ആഘോഷങ്ങളിലേക്ക് പോകാം. ഇങ്ങനെ ആദ്യമായിട്ട് ആഘോഷിക്കാൻ പോലെ ഫസ്റ്റ് ആഗസ്റ്റ് 15 അംഗൻവാടി. ടാറ്റ കൊടുക്കോണ് അംഗൻവാടി. പായസം ഉണ്ടാവോ വള എത്താ ഇതെത്താ കയ്യില് കൊടിയായി തൊപ്പി. സുന്ദരേക്കണല്ലേ. മുടിച്ചനായിട്ട് വന്ന ഒരാള് ഉയർത്തിയപ്പോ ഇയാളൊന്നും കണ്ടില്ലേ, പായസം കുടിച്ചാനായിട്ട്. ആഘോഷങ്ങൾ എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്കലവാടി ചെറിയ പതാക ഉയർത്ത കാര്യം കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോന്നു. എങ്ങോട്ട്? സ്വാതന്ത്ര്യം കിട്ടിയാലും ഞമ്മക്ക് ഞണ്ടല്ലേ. ചെറിയൊരു വർക്ക് ഉണ്ട്, പെയിന്റിങ് വർക്കാണ്. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാട്ടോ, ചെറിയൊരു വർക്ക് ഉണ്ട്. അപ്പൊ ഇന്നലെ വിളിച്ച് നമ്മളെ സ്നേഹിതം ഒരു ചെറിയ റൂമും കാര്യങ്ങളും ഞാൻ കാണിച്ചുതരാം, അടിക്കാനാണ്, ചെയ്തു തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഒരു ഡോക്ടർ റൂമാണ്, തിങ്കളാഴ്ച ഡോക്ടർ വരും, ഒന്ന് ശനി ഞായറും ലീവ് ആക്കാറ്, അപ്പൊ ഒന്ന് ചെയ്തു തരുമോ? ഓക്കെ. ഇന്നല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്നാ ചെയ്യണല്ലേ വർക്ക്? ഇന്നല്ല പോകേണ്ടത് വർക്കിന്. സ്വാതന്ത്ര്യം കിട്ടിയുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയാണ്ട് ആവശ്യമായിട്ട് നടക്കല്ല, നമ്മൾ അധ്വാനിച്ച് സേവ് ചെയ്ത് സേവിങ് ഒന്നും ഇല്ലെങ്കിലും. അപ്പോ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയറും ലൈക്കും കമന്റ് ഒക്കെ ചെയ്യാൻ, നിങ്ങളോടൊക്കെ ആഘോഷിച്ചെന്നുള്ളത് കമന്റിൽ അറിയിക്കുക. അപ്പൊ നേരെ വർക്കിലോട്ട് പോട്ടെ, അത് കഴിഞ്ഞിട്ട് അടുത്ത വിശേഷം കാണാം. എന്താ ഇപ്പൊ കഥ? കൊറേ നേരമായില്ല കണ്ടിട്ട്. നിങ്ങൾക്ക് കുറച്ചേരല്ലായിട്ടുള്ളൂ, നിങ്ങൾക്ക് കൊറേ നേരമായി. അപ്പൊ നമ്മളെ റൂം ഒറ്റ കോട്ട് ഫിനിഷിങ് ആക്കിട്ടോ, ഒറ്റ കോട്ട് അടിച്ചിട്ടുള്ളൂ. 1 ലിറ്റർ പെയിന്റ് കൊണ്ട് ഒറ്റ കോട്ട് അടിച്ച് നമ്മൾ നേരെ വീട്ടിലെത്തി, കുളിച്ച് മാറ്റി ട്രാക്കിലേക്ക് പോകാൻ വണ്ടി എടുത്ത് നിൽക്കാണ്. ഇനി ഫുഡൊന്നും വെക്കണ്ടെന്ന് ഉച്ചക്ക് നമുക്ക് എന്തെങ്കിലും വാങ്ങാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇനി വാങ്ങണം. ഒന്ന് ബർത്ത്ഡേ ആഗസ്റ്റ് 15 ഒക്കെ അല്ലേ. അപ്പൊ എന്താ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി, നമുക്ക് പോയി വെക്കാം. ഗൈസ്, അപ്പൊ പിന്നീട് എന്താണ് സംഭവിച്ച കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുതരാ. വീഡിയോ ഒരു ഗുമ്മ കിട്ടാത്ത പോയി. കാരണം ചോറ് വാങ്ങി വന്നു നേരെ വീട്ടിലെത്തി. വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് വീണ്ടും ഇറങ്ങി. ചോറ് ആണ് ചെറിയൊരു വീഡിയോ എടുത്തിട്ടുള്ളൂ, കഴിക്കണ വീഡിയോ എടുത്തില്ല. ഫോൺ ചാർജ് ഇല്ല, കുത്തിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായി, ചെറിയൊരു ഹോസ്പിറ്റൽ കേസ്. വണ്ടി എടുത്ത് ഇറങ്ങി ഹോസ്പിറ്റലിൽ പോയി, അത് തീർത്തു. അതൊന്ന് പോകുമ്പോ പായസം വാങ്ങി. പായസം വാങ്ങില്ല, പായസത്തിനുള്ള സാധനം വാങ്ങി, അതും വീഡിയോ എടുത്തില്ല. അത് വാങ്ങി വന്നപ്പോ നമ്മളെ ചങ്ങായി വിളിച്ചു, കണ്ണൂര് പോവാണ്ട്. അധികം പോണതാണ് വണ്ടിയും കൊണ്ട്, പിന്നെ സാധനം കൊണ്ട്, ലോഡ് കൊണ്ട് പോകണാണ്. അത് വേറെ അതിന് മുന്നേ വീഡിയോ ഇട്ടുണ്ട്, പോയി കണ്ടോക്കി. അപ്പൊ അത് ഒഴിവാക്കാൻ പറ്റാത്ത സംഗതിയാണ്. അങ്ങോട്ട് പോയി. അപ്പൊ പായസം ആയിട്ടില്ല, പായസം കുടിക്കാതെ പോയി. പിറ്റേന്ന് രാവിലെ പായസം കുടിച്ചു. ബർത്ത്ഡേ ആഗസ്റ്റ് 15 പായസം രാവിലെ കുടിച്ചു. അപ്പൊ അതൊന്നും വീഡിയോ എടുത്തില്ല. അതിന്റെ ഇടയിൽ ഒരു സംഗതി സംഭവിച്ചു. എന്താന്നല്ലേ, അന്ന് കണ്ടോക്കി. എനിക്ക് ആദ്യമായിട്ട് ഗിഫ്റ്റ് കിട്ടി, കണ്ടോക്കി എന്താന്നുള്ളത് കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ അടുത്ത നല്ല വീഡിയോ കാണും വരെ
അതും പാടെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തോളി സബ്സ്ക്രൈബ് ചെയ്തോളി, ലൈക്കും ഷെയറും കമന്റ് ഒക്കെ ചെയ്തോളി. ബൈ. ബർത്ത്ഡേ സർപ്രൈസ് ഉണ്ടല്ലോ, ബലൂണൊക്കെ വെച്ച് എനിക്കല്ലേ ഇതോ ഇതാ. ഓ ഓ ചന്ദ്രികന്റെ സോപ്പ് കുളിച്ച് വരക്കാനാ വെളുക്കാനാ? എന്നാ മുട്ടായി കളഞ്ഞോ സോപ്പ് ഞാൻ കുളിച്ചുമ്പോ. ഓക്കെ താങ്ക് യു. ഇതെത്താ എത്തനെ തുറക്ക്, അങ്ങനെ തുറക്ക്, ഞാനല്ലേ കാക്കനെ കാത്തിക്കണ്. I love you, bitches. സബിതാമീനു ഹാപ്പി ബർത്ത്ഡേ ചുപ്പച്ചു പൊളിച്ചു. താങ്ക് യു.